ഞാൻ എഴുതിയ ഒരു സിനിമ എന്ന നിലയിൽ ലൂസിഫറിനെ കുറിച്ച് അധികം സംസാരിക്കാതിരിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ എന്നിരുന്നാലും ചരിത്രപരമായിട്ട് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. പിന്നെ ലാലേട്ടനുമായിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ തിരക്കഥയിൽ ലാലേട്ടൻ ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ആ രീതിയിൽ ചരിത്രപരമായി അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഒരു ലാലേട്ടൻ എന്ന താരത്തെയും ലാലേട്ടൻ എന്ന ആക്ടറിനെയും ഒരുപോലെ ഉപയോഗപ്പെടുത്തുക എന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം, എൻ്റെയും രാജുവിൻ്റെയും. പ്രസക്തമായ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക, മുഖ്യധാരാ സിനിമയിൽ നിലനിന്നുകൊണ്ട് തന്നെ ഒരു എൻ്റർടൈനറായിട്ട് തന്നെ അതിനെ ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രസക്തമായൊരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കുകയും കൂടെ ചെയ്യുക എന്നതായിരുന്നു ലൂസിഫറിൻ്റെ ലക്ഷ്യം. ലാലേട്ടൻ്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് മോഹൻലാൽ സ്റ്റാററാണെങ്കിൽ പോലും ലൂസിഫർ അതിൻ്റെ എല്ലാ ആക്ടേഴ്സിനും അവകാശപ്പെട്ടതാണ്. മഞ്ജു വാര്യരായാലും ഇന്ദ്രജിത് സുകുമാരനായാലും ടോബിനോ ആയാലും നൈല ഉഷ ആയാലും ജിജു ജോൺ ആയാലും സായി ചേട്ടനായാലും വിവേക് ഒബ്രോയ് ആയാലും നന്ദു ചേട്ടനായാലും അങ്ങനെ എല്ലാവർക്കും അവകാശപ്പെട്ടാണ് അതിൻ്റെ ഒരു പെർഫോമിംഗ് സ്പേസ് എന്ന് പറയുന്നത്. ഓരോ ക്യാരക്ടേഴ്സിനെയും ഡിമാൻഡ് ചെയ്യുന്ന ആക്ടേഴ്സിനെയാണ് ഞങ്ങൾ അതിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡിൽ ഇപ്പോൾ സുജിത് വാസുദേവിൻ്റെയൊക്കെ മാസീവ് വർക്ക് എന്ന രീതിയിൽ തന്നെയാണ് ഞാനതിനെ കാണുന്നത്. ദീപക് ദേവിൻ്റെ മ്യൂസിക്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് ലൂസിഫർ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതുപോലെ തന്നെ ബൈജു അണ്ണൻ്റെ, ഷാജോണിൻ്റെ, സാനിയ അയ്യപ്പൻ്റെ ഇവരുടെയൊക്കെ നല്ല പെർഫോമൻസ് ഈ സിനിമയിൽ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം.